അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സദഖല്ലാഹുൽ അദീം. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഹിദായത്ത് മനുഷ്യ സമൂഹത്തിന് നൽകി. ആ ഹിദായത്തിലൂടെ മനുഷ്യൻ്റെ ഭൗതികവും പാരത്രികവുമായ വിജയങ്ങൾ ഉറപ്പുവരുത്താൻ ആവശ്യമായ നിയമങ്ങളും വ്യവസ്ഥകളുമൊക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനെ ആ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും മൗലികമായി അനിവാര്യമായ ചില ആരാധനാ കർമ്മങ്ങളും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിന് നിർബന്ധ ആരാധനാ കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മുടെ സമുദായത്തിലെ ഏതൊരു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ആരാധനാ കർമ്മങ്ങൾക്കപ്പുറത്ത്, നിർബന്ധ ആരാധനാ കർമ്മങ്ങൾക്കപ്പുറത്ത് ഐച്ഛികമായ ആരാധനാ കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമുക്ക് നമ്മുടെ ഹിദായത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധ്യമാവേണ്ടതുണ്ട്. ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നത് എന്തിനു വേണ്ടി എന്ന ഒരു ചോദ്യം സ്വാഭാവികമാണ്. ആരാധനാ കർമ്മങ്ങൾ ആരാധനകൾക്ക് വേണ്ടി എന്നതല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുള്ള ആരാധനാ കർമ്മങ്ങളെ ഓരോന്നിനെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ ഓരോ കർമ്മത്തിനും പരലോകത്ത് അതിന് ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങൾ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും ഒക്കെ വിശദീകരിച്ച് തന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ആരാധനാ കർമ്മങ്ങളിലൂടെ ഒരു വിശ്വാസിക്ക് അയാളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി ഇസ്ലാമിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ കരുത്ത് ലഭ്യമാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ ആരാധനാ കർമ്മത്തിനും പരലോകത്ത് അതിന് ലഭിക്കാനിരിക്കുന്ന വലിയ പ്രതിഫലത്തോടൊപ്പം തന്നെ ഈ ഭൗതിക ലോകത്ത് വിശ്വാസിയുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആവശ്യമായ ചില സൽഫലങ്ങൾ കൂടി ഓരോ ആരാധനാ കർമ്മത്തിനും ഉണ്ട് എന്ന് അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്നു എന്ന്. അതുപോലെ ഇപ്പോൾ നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പ്, വളരെ പവിത്രമായ ഈ നോമ്പിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അത് നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. തഖ്വയാണ് ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാക്കി തീർക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്ക് എല്ലാറ്റിനും ഈ രീതിയിൽ ഭൗതികമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആവശ്യമായ, ഹിദായത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ചില ഫലങ്ങൾ കൂടി ഉണ്ടാവണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മൊത്തം ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്താണ് ഞാനിവിടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ബഖറയിലെ ആയത്ത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, ഇബാദത്തെടുക്കുക, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി എന്ന് അള്ളാഹു ആയത്തിൽ പറയുന്നു. അതുകൊണ്ട്
നമ്മുടെ ഏതൊരു ആരാധനാ കർമ്മമാണെങ്കിലും അതിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് പരലോകത്തതിന് പ്രതിഫലം കിട്ടുന്നത് പോലും ഭൗതിക ലോകത്ത് നമുക്ക് അത് ചൈതന്യത്തോടു കൂടി നിർവഹിക്കാൻ സാധിക്കുകയും അങ്ങനെ ഈ ഭൗതിക ലോകത്ത് ആ ആരാധനാ കർമ്മത്തിന് ഉണ്ടാവേണ്ടിയിരുന്ന സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പരലോകത്തും ആ ആരാധനാ കർമ്മങ്ങൾ ചൈതന്യവത്തായി പരിഗണിക്കപ്പെടുകയും അതിന് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നമുക്ക് ഇസ്ലാമിക മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുവാൻ, അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ ചൈതന്യം, ഈമാനികമായ കരുത്ത്, ഇഖ്ലാസ് നമുക്ക് നൽകുന്നുണ്ട്, അത് തഖ്വയുണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ആ അർത്ഥത്തിൽ ചൈതന്യവത്തായി ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാൻ നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ നമ്മുടെ വീഴ്ചകളൊക്കെ മാപ്പാക്കി തീരുമാറാവട്ടെ. ഈ റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പ്, നമസ്കാരങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അതിനൊക്കെ അവൻ നമ്മളോട് പറഞ്ഞതുപോലെ പഠിപ്പിച്ചതുപോലെ വലിയ പ്രതിഫലം പരലോകത്ത് നൽകി അള്ളാഹു നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.